ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ബിഗിനേഴ്സിനായിട്ട് ഉള്ളതാണ്. അപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ളവർ അറിയുന്നവർ സ്കിപ്പ് ചെയ്യുക. പുഷപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ വാളിൽ ഇതുപോലെ പുഷപ്പ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര ചെയ്യുക. ഒരു 10 കൗണ്ട് വെച്ചിട്ടെങ്കിലും ചെയ്യുക. പിന്നെ ഇതുപോലൊരു മാറ്റോ അല്ലെങ്കിൽ ഒരു ടവലോ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കാറ്റ് ആൻഡ് കൗ പോസിൽ വന്നതിന് ശേഷം ഷ്രഗ് ചെയ്യുക. നമ്മൾ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു ഏരിയ മാത്രം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. എൽബോ ബെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൈ, നമ്മുടെ കോറ് ഒക്കെ, റിസ്റ്റ് ഇതെല്ലാം ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഇത് അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല. ഈ വീഡിയോ ഓൺലി ഫോർ ബിഗിനേഴ്സ്, 0-ൽ തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് റിസ്റ്റൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചെങ്കിൽ ആ ഒരു റിസ്റ്റിന് കംപ്രഷനും പെയിനും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് മൂവ്മെൻറ്റ്സ് ചെയ്യുക. പിന്നെ ഇതുപോലെ കാറ്റ് ആൻഡ് കൗവിൽ വന്നതിന് ശേഷം വീണ്ടും നമ്മളിതുപോലെ നീസ് സ്ട്രൈറ്റൻ ചെയ്യുക. സ്ലോലി നീസ് ഡൗൺ ചെയ്യുക. ഒരിക്കലും നിങ്ങൾ കൊടുന്ന് ഇട്ടിട്ട് നീ പെയിൻ ഉണ്ടാക്കി വരുത്തരുത്. പതുക്കെ വേണം വെക്കാൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് പറ്റുന്ന അത്ര ചെയ്യാം. ഒരു 10 കൗണ്ട് 3 സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഇതുപോലെ സിംഗിൾ ലെഗ് 1 by 1 ആയിട്ട് ഇങ്ങനെ സ്ട്രൈറ്റൻ ചെയ്യുക. ഇതൊക്കെ നമുക്കൊരു ഓവറോൾ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ബ്രേക്ക് എടുക്കാം. റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം, ഷോൾഡർ റൊട്ടേറ്റ് ചെയ്യാം. വീണ്ടും അതേ പൊസിഷനിൽ വരിക. പതുക്കെ പുഷപ്പ് ചെയ്യുന്ന പോലെ ഒരു ഹാഫോ അല്ലെങ്കിൽ ഒരു ക്വാർട്ടറോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം, അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 10 കൗണ്ട് വെച്ച് ചെയ്യുക. ഒരു 3 സെറ്റൊക്കെ ചെയ്യുക. ഗ്രാജുവലി ഡേ ബൈ ഡേ നിങ്ങൾ അതിൻ്റെ ലെവൽ കൂട്ടിക്കൊണ്ടുവരിക. ആദ്യത്തെ ദിവസം തന്നെ ഇതുപോലെ ഡീപ്പായിട്ട് താഴെ പോകാൻ വേണ്ടി ശ്രമിക്കണം എന്നില്ല. ഗ്രാജുവലി നിങ്ങൾ അതിൻ്റെ ഡെൻസിറ്റി ലെവൽ കൂട്ടിക്കൊണ്ടുവരിക. എപ്പോഴും ഓരോ വർക്കൗട്ടിന് ശേഷം ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇതുപോലെ പ്ലാങ്കിലൊന്ന് നിന്നിട്ട് പതിയെ ലോ ലെവലിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.